ಏನ್ ಕನ್ನಡ ಹೇಳ್ಬೇಕಾ ಮಲಯಾಳಂ ಹೇಳ್ಬೇಕಾ ನನಗೆ ಕನ್ಫ್ಯೂಷನ್ ಆಗ್ತಿದೆ. അപ്പം സെക്കൻഡ് ഡേ മോർണിംഗ് എണീറ്റ് ഫ്രഷപ്പായി നമ്മൾ ഫസ്റ്റ് തന്നെ കഴിക്കാൻ വേണ്ടി പോയി. ನನಗೆ ಮಾತ್ರ ಸಿಕ್ಕಿಲ್ಲ ಫ್ರೆಂಡ್ಸ್ ಬ್ರೆಡ್ ಅಂತ. അപ്പോൾ രാവിലെ തന്നെ വേഗം തന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ റെഡിയായി. അപ്പോൾ ഇന്ന് കൊടൈക്കനാലിൽ ഫുള്ള് റൗണ്ട് അടിക്കാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്യും. നാളെ നമ്മൾ രാവിലെ തന്നെ തിരിച്ചു പോവും. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സെല്ലാം വന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സൂസൈഡ് പോയിന്റിലേക്കാണ്. ഫുള്ള് ഉന്തും തള്ളുമായിട്ട് നമ്മളെങ്ങനെയല്ലോ ഉള്ളിൽ കയറി. നല്ല തിരക്കായിരുന്നു. കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നോക്കാൻ പറ്റില്ല തിരക്ക് കാരണം. പിന്നെ എല്ലാത്തിനും നമുക്ക് കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നൊറ്റ ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്യേണ്ടതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ നോക്കി കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പം വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അന്നേരത്തേക്കും എല്ലാവരും വന്നു ഹായ് കാണിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം സൺഗ്ലാസ് കണ്ടു. എന്നാൽ പിന്നീട് സൺഗ്ലാസ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് അവിടെയെല്ലാം നോക്കി. ഞങ്ങളെല്ലാവരും ഓരോ സൺഗ്ലാസ് മേടിച്ചു. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ഗുണ കേവ് ആണ്. ಮಂಜಮ್ಮನ್ ಬಾಯ್ಸ್ ಅಂತ ಒಂದು ಮೂವಿ ಇದೆ, ಅದು ಇಲ್ಲೇ ಶೂಟ್ ಮಾಡಿದ್ದು. അങ്ങനെ ആ സ്ഥലമെല്ലാം കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം പൈൻ ഫോറസ്റ്റ് ആണ്. അങ്ങോട്ടേക്ക് കാലെടുത്ത് വെച്ച പാടെ പ്രീതി അവിടെ വീണു. അപ്പം വീണിട്ട് ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെപ്പോലത്തെ ഫ്രണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെ കുറച്ച് കളിയാക്കി. ನಿನ್ನಂತ ಫ್ರೆಂಡ್ ಬೇಕು. ഇതാണ് നെക്സ്റ്റ് പ്ലേസ്. അപ്പോൾ ഈ പ്ലേസിൻ്റെ നെയിം എന്താണെന്ന് എനിക്കും അറിയത്തില്ല. സൂസൈഡ് പോയിൻറ്റിൻ്റെ എല്ലാം ബാക്കി ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ പ്ലേസ് എല്ലാം അടുത്തടുത്തുള്ളത് കൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഒന്നും മിസ്സാക്കാണ്ട് എല്ലാം കാണാൻ പറ്റി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എല്ലാം കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ വീഡിയോ ഓണാക്കുന്ന കണ്ടപാടെ എല്ലാവരും കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ಗೈಸ್ ಏನ್ ಗೊತ್ತಾ, ಫೇಸ್ ನೋಡಿದ್ರೆ ನೀವು ವಿತ್ ಮೇಕಪ್ ವಿತೌಟ್ ಮೇಕಪ್ ನಾವು ಒಂದಿರ್ಲಿ ಅಂತ ಅಷ್ಟೇ 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 ಅಷ್ಟೇ. ಯಾರು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಲ್ಲ ಅವಳೇ ಫೋನ್ ಕಿತ್ಕೊಂಡು ಮಾಡ್ಕೊಂಡಿರೋದು. ಯಾರು ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗಿಲ್ಲ ಅವಳೇ ಫೋನ್ ಇಸ್ಕೊಂಡು ಅವಳೇ ಐಡಿ ಓಪನ್ ಮಾಡಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗಿದೆ. ಆ ಸಕ್ರಿಫೈಸ್ ಆಗಿದೆ. இதுதான் இங்க ஃபேமஸ். ஸோ கொடைக்கானல் டூருக்காக ஒரு மெமரியபிளா
ஒரு ஜஸ்ட் ஒரு ஷாப்பிங் அந்த வேல வந்து ஒரு லேக் வியூ பாயிண்ட் இருக்கு. லேக் வியூ பாயிண்ட் கொடைக்கானலுடைய லேக்கு 5 கிலோமீட்டர் சரௌண்டிங் உள்ள ஒரு படா லேக்கு. 50% மேன் மேடு, 50% தான் நேச்சுரல் லேக். அந்த லேக்குடைய வியூ இங்கே இருக்கு. ஜஸ்ட் லேக் வியூ, தென் ஷாப்பிங்கு, தென் கோ டு த லேக் ஏரியா. லேக் ஏரியா காமன் ടൗൺ ഏരിയ. അടുത്തത് നമ്മൾ പോയത് ഷോപ്പിങ്ങിനാണ്. അവിടെ 3-4 ചോക്ലേറ്റിൻ്റെ തന്നെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കയറി ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അടുത്ത നമ്മുടെ ലൊക്കേഷൻ കൊടൈക്കനാൽ ലേക്കാണ്. ಬೋಟಿಂಗ್ ಪ್ಲೇಸ್ ಬಂದಿದ್ದೀವಿ, ಆದರೆ ಬೋಟಿಂಗ್ ಮಾತ್ರ ಮಾಡ್ತಾ ಇಲ್ಲ. നമ്മുടെ പ്ലാനിങ്ങിൽ ഹോട്ടലിൽ തന്നെയായിരുന്നു ഫുഡും. പക്ഷേ നമ്മൾ ഇനി തിരിച്ചു പോയിട്ട് കഴിച്ചിട്ട് വരുമ്പോഴേക്കും പിന്നെ ലേറ്റ് ആവുന്നതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ബോട്ടിങ്ങിന് പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും സൈക്കിൾ കണ്ടു. അപ്പം സൈക്ലിങ് പോവാമെന്ന് വെച്ച്. സൈക്ലിങ്ങിൻ്റെ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കിട്ടിയൊരു ചെറിയ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ചെയ്യുന്നതാണ്. നമ്മൾ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും സൈക്ലിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നായിരുന്നു. അവർ വന്നപ്പോഴാണ് നമ്മൾ പോയത്. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ರೋಡ್ಲಿ ರಿಟರ್ನ್ ಬಂದಿದೆ ಅಂತ ಹೇಳು. ಫೈನಲಿ ವಿ ಆರ್ ರಿಟರ್ನ್ ಬ್ಯಾಕ್. ಹಲೋ ಗೈಸ್, ಬರ. ಇವಾಗಷ್ಟೇ ಕೊಡೈಕೆನಾಲ್ ಪ್ಲೇಸಸ್ನೆಲ್ಲ ಕವರ್ ಮಾಡ್ಕೊಂಡು ಬಂದಿದ್ದೀವಿ. ನೆಕ್ಸ್ಟ್ ಕಾಫಿ ಎಲ್ಲ ಕುಡ್ಕೊಂಡು ಮತ್ತೆ 7 o'clock ಹಂಗೆ ಫೈರ್ ಕ್ಯಾಂಪ್ ಇದೆ. ಅದು ನೆಕ್ಸ್ಟ್ ಫೈರ್ ಕ್ಯಾಂಪು ಏನು ಕನ್ನಡ ಹೇಳ್ಬೇಕಾ ಮಲಯಾಳಂ ಹೇಳ್ಬೇಕಾ ನನಗೆ ಕನ್ಫ್ಯೂಷನ್ ಆಗ್ತಿದೆ. ಅದೆಲ್ಲ കഴിഞ്ഞ് നൈറ്റ് റെസ്റ്റ് ಮಾಡಿ നാളെ ಬೆಳಗ್ಗೆ ഇಲ್ಲಿಂದ റിട്ടേൺ. ഫ്രഷപ്പായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴേക്കും ബജിയെല്ലാം കാലിയായി. ചായ മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും എന്നെ തന്നെ നോക്കാൻ തുടങ്ങി. ടോട്ടൽ 3 റിസോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലില്ലി വാലിയിലായിരിക്കും പരിപാടി എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ പ്രോഗ്രാം അവിടെ അല്ലായിരുന്നു, ലേ പോഷയിലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോയി. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെയൊക്കെ പോയിരുന്നു. പക്ഷേ അന്നേരമാണ് ഞാനും ഫസ്റ്റ് അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടെന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി. റിസോർട്ട് കാണാൻ നല്ല രസമായതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗെയിംസും കഴിഞ്ഞ് ലാസ്റ്റ് പാട്ടൊക്കെ ഇട്ട് തന്നു. അപ്പോൾ എല്ലാവരും ഡാൻസെല്ലാം കളിച്ച് അങ്ങനെ ഡാൻസെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് റിസോർട്ടെല്ലാം കണ്ട് അവിടെ എല്ലാം ഒന്ന് വട്ടം കറങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. അപ്പം നാളെ നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ പോയിട്ട് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓണാക്കി ഇപ്പം കണ്ടത് ഇതാണ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം.